നിർമ്മലാ സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നിയമസഭയിൽ വാക്പോരിന് ഇടയാക്കി. കേരളത്തിൽ ബിജെപിയുമായി കൈകോർക്കുന്നതിന്റെ റിഹേഴ്സലാണ് ഡൽഹിയിൽ കണ്ടതെന്ന രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തിന് രണ്ടുപേർ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷത്തിന് പഴയ കരുത്തില്ലെന്നും പഴയ ആരോപണങ്ങൾ തിരിച്ചടിയാകുന്നുവെന്ന് വാളയാർ കേസ് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പരിഹസിക്കുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ പഴയ ശക്തിയില്ലെന്ന് സ്ഥാപിക്കാനാണ് ധനാഭ്യർത്ഥന ചർച്ചയിലെ മറുപടിയിൽ മുഖ്യമന്ത്രി ശ്രമിച്ചത്. വാളയാർ കേസും AKG സെന്റർ ആക്രമണവും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതും മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടി. സർ, വാളയാറിനെ പറ്റി ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. AKG സെന്റർ ആക്രമണത്തിന്റെ പേരിലുണ്ടായിരുന്ന കഥ ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീയിട്ടതിൻ്റെ പേരിൽ എന്തെല്ലാം കഥകളായിരുന്നു പറഞ്ഞത്. ചിലത് കോടതിയിലേക്ക് കൊണ്ടുപോയി. കോടതി അടിസ്ഥാനരഹിതമെന്ന് മുദ്രയടിച്ച് ആക്ഷേപങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് എറിയുകയും ചെയ്തു. സർ, വാളയാർ കേസിൻ്റെ കാര്യം, ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷം ചെയ്തിരുന്നത്? ഒടുവിലെന്തുണ്ടായി? നിങ്ങൾ കൊണ്ടു നടന്നയാൾ തന്നെയാണ് പ്രതി എന്നാണ് ഇപ്പോൾ വന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുമായി കൈകോർക്കുന്നതിന്റെ റിഹേഴ്സലാണ് നിർമ്മലാ സീതാരാമൻ പിണറായി വിജയൻ കൂടിക്കാഴ്ചയെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ പറയണം, എന്താണ് നിങ്ങൾ ധനകാര്യ വകുപ്പിന്റെയും കോർപ്പറേറ്റ് അഫയേഴ്സിന്റെയും മന്ത്രിയായ നിർമ്മലാ സീതാരാമനുമായി നിങ്ങൾ എന്ത് അനൗദ്യോഗിക ചർച്ചയാണ് നടത്തിയത്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്, നിർമ്മലാ സീതാരാമന് അവരുടെ രാഷ്ട്രീയവുമുണ്ട്. സർ, അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിനപ്പം തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ. വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സർക്കാർ തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നുവെന്ന് സ്ഥാപിക്കാൻ കടമനിട്ട നിയമസഭയിൽ പണ്ട് പറഞ്ഞത് ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രി. ഒരു കുടം താറും ഒരു കുറ്റിച്ചൂലുമായി നിൽക്കുന്ന ഒരാളെക്കുറിച്ച് ഈ സഭയിൽ തന്നെ അംഗമായിരുന്ന കവി കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. താറും ചൂലുമായി തെരുവിലിറങ്ങി നിൽക്കുന്നത് എന്തിനാ? കുളിച്ച് വൃത്തിയായി നടക്കുന്ന ആരുടെയെങ്കിലും മുഖത്ത് കരിപൂശാൻ. ഇങ്ങനെ കരിപൂശാൻ നിൽക്കുന്നവൻ അതേ കരിയിൽ കുളിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഇടയ്ക്കിടെ ഓർമ്മ വരാറുള്ളത്. കുളിച്ചു വന്നവൻ്റെ മുഖത്തേക്ക് തെറിപ്പിക്കാൻ നോക്കുന്ന താർ അത്രയും അത് നിറച്ചു വന്നവൻ്റെ മുഖത്ത് തന്നെ തുടരെ വീഴുക. അതാണിപ്പോൾ തുടർച്ചയായി കാണുന്നത്. പാതിവില തട്ടിപ്പും ലഹരി വ്യാപനവുമായിരുന്നു ചോദ്യോത്തരവേളയിലെ പ്രധാന ചർച്ച. എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് നിന്നുകൊടുക്കുന്നവരാണ് തട്ടിപ്പുകാർക്ക് അവസരമുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ വിവിധ ഏജൻസികൾ നൽകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നിയമപരമായൊരു ഘട്ടം വരുമ്പോൾ മാത്രമല്ലേ ഇടപെടാൻ പറ്റൂ. നിയമവശവും കൂടി നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു ഭാഗം നമ്മുടെ സമൂഹം പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിൻ്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിൻ്റെ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത്. ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.